നമസ്കാരം. അസമിൽ കനത്ത പോരാട്ടത്തിനൊടുവിൽ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അസം മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത ഗൗരവ് ഗൊഗോയ് ജോർഹട്ട് മണ്ഡലം ബി.ജെ.പിയിൽ നിന്നും തിരിച്ചുപിടിച്ചു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമായിരുന്നു ജോർഹട്ട് മണ്ഡലത്തിൽ ഗൗരവ് ഗൊഗോയ്ക്കെതിരെയായി നടത്തിയിരുന്നത്. അസമിലെ സർക്കാരിലെ മുഴുവൻ മന്ത്രിമാരെയും അതുപോലെ തന്നെ 40-ലധികം MLA-മാരെയും ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്യിപ്പിച്ച് ഗൊഗോയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടും ശക്തമായ പോരാട്ടം നടത്തി 1,44,393 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിയുടെ തട്ടകമായ ജോർഹട്ട് ലോക്സഭാ മണ്ഡലം ഗൗരവ് ഗൊഗോയ് തിരിച്ചുപിടിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിലെ തോൽവി. തന്റെ ക്യാബിനറ്റ് മുഴുവൻ ജോർഹട്ട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും ഗൗരവ് ഗൊഗോയ് എന്ന ശക്തനായ നേതാവിന് മുമ്പിൽ അടിപതറുന്ന കാഴ്ചയാണ് അസമിൽ കാണാൻ കഴിഞ്ഞത്. ഗൗരവ് ഗൊഗോയ് എന്ന അസമിന്റെ യുവമുഖത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. 1,44,393 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജോർഹട്ട് ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയിൽ നിന്നും ഗൗരവ് ഗൊഗോയ് തിരിച്ചുപിടിച്ചത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അസമിന്റെ മണ്ണിൽ കോൺഗ്രസിന് തിരിച്ചുവരാൻ വഴിയൊരുക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിജയത്തെ കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ അസമിലെ മറ്റുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടി.